സ്കൂളിൽ പോകുന്ന മക്കളുള്ള പേരൻസ് മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇപ്പൊ ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധം നടക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ടീച്ചറും പേരൻസും തമ്മിൽ വാട്സപ്പിൽ നല്ല കോണ്ടാക്ട് ഉണ്ടാവും. ആ ബന്ധമല്ല, നല്ല കോണ്ടാക്ട് ഉണ്ടാവും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ, നമ്മൾ ഈ കുട്ടീനെ കുറിച്ച്, കുട്ടി വീട്ടിൽ നടത്തുന്ന കാര്യങ്ങൾ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ടീച്ചേഴ്സിനോട് പോയി പറയരുത്. ഫോർ എക്സാമ്പിൾ, ഇവൻ വീട്ടിൽ ഭയങ്കര കുറുമ്പാണ് കേട്ടോ, ഇവിടുത്തെ കുറുമ്പൊക്കെ ടീച്ചർ നോക്കിയോ, എന്താ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. കുട്ടി വീട്ടിൽ വാശിക്കാരനും ദേഷ്യക്കാരനാണെന്ന് ടീച്ചർ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടീച്ചർക്ക് ഒരു പോയിന്റ് അധികമായി. പിന്നെ നിങ്ങളുടെ കുട്ടിനെ തന്നെ ബ്ലെയിം ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് കേട്ടോ. നമ്പർ 2, ഈ പേരൻസിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ടീച്ചറെ പറ്റിയിട്ടോ സ്കൂളിനെ പറ്റിയിട്ടോ കുട്ടികളുടെ മുന്നിൽ നിന്ന് കുറ്റം പറയും. ആ ടീച്ചർ മോശമാണ്, കഴിഞ്ഞ ടീച്ചർ അടിപൊളിയായിരുന്നു. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ വാല്യൂ ചെയ്യാത്ത ടീച്ചറെ ഒരിക്കലും നിങ്ങളുടെ കുട്ടി വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം നിങ്ങൾക്ക് അറിയില്ലേ. നമ്പർ 3, നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് വല്ല മീറ്റിങ്ങിൻ്റെ ഇടയിൽ ടീച്ചർ എന്തെങ്കിലും നെഗറ്റീവ് കോമൻറ്റ്സ് പറയുകയാണെങ്കിൽ, അവൻ ഭയങ്കര വാശിക്കാരനാണ്, ഇങ്ങനെ അലമ്പുണ്ടാക്കി നടക്കുമ്പോൾ അപ്പോൾ തന്നെ പോയിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്ത്, നീ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറയാം. അതല്ലെങ്കിൽ വീട്ടിലെത്തിയ ഉടനെ തന്നെ ടീച്ചേഴ്സ് എന്തൊക്കെയാ പറഞ്ഞത്, മനുഷ്യരെ തൊലി ഇരുന്ന് പോയി, ഇങ്ങനെ ഇതിനെ നിന്നെ സ്കൂൾക്ക് വിടുന്നു, അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കാതെ നമ്മളത് ഓക്കെ ആയിട്ട് കുട്ടി വന്ന് കംഫർട്ടബിൾ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ചോദിച്ചാൽ മതി. എന്തായാലും കഴിഞ്ഞതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇമ്പാക്റ്റ് ഇതിൻ്റെയൊക്കെ വളരെ വലുതായിരിക്കും. ഫോളോ ചെയ്യുക, നന്നായിട്ട് പോട്ടെ നമ്മുടെ മക്കളെ.